ക്രിസ്ത്യൻ സയനിസ്റ്റ് എന്നാണ് ഇസ്രായേലിലെ യുഎസ് സ്ഥാനപതി മൈക്ക് ഹക്കബി പൊതുവെ വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. ഇസ്രായേലുമായും അവരുടെ സയനിസ്റ്റ് പ്രോജക്റ്റുകളുമായും ശക്തമായി സഹകരിക്കുകയും എല്ലാ പിന്തുണയും നൽകുന്ന അമേരിക്കൻ നേതാവാണ് അദ്ദേഹം. ഗസയിലെ ഇസ്രായേൽ വംശഹത്യയ്ക്ക് എല്ലാ പിന്തുണ പ്രഖ്യാപിക്കുകയും വലിയ വായിൽ ആഘോഷിക്കുകയും ചെയ്യുന്നയാൾ കൂടിയാണ് ഹക്കബി. എന്നാൽ കഴിഞ്ഞ ദിവസം മൈക്ക് ഹക്കബി ഇസ്രായേൽ ആഭ്യന്തരമന്ത്രി മോഷെ ആർബലിന് അസാധാരണമായൊരു കത്ത് അയച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ക്രിസ്ത്യൻ സംഘടനകളെയും മിഷനറിമാരെയും ശത്രുക്കളെ പോലെയാണ് കാണുന്നതെന്നും ക്രിസ്ത്യാനികൾക്ക് വിസ നിഷേധിക്കുന്നുവെന്നുമാണ് ആ കത്തിൽ അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത്. പലതവണ സൂചിപ്പിച്ച വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഇനിയും ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇസ്രായേലികൾക്ക് യുഎസ് വിസ നിഷേധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിനായി നൽകുന്ന ഓരോ ഡോളറിനും പകരം ശത്രുത മാത്രമാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നതെന്ന് അമേരിക്കക്കാരോട് വിളിച്ചു പറയുമെന്ന ഭീഷണിയുമുണ്ട് കത്തിൽ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു, പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗ് തുടങ്ങിയവർക്ക് കൂടി അയച്ച കത്തിന്റെ ഉള്ളടക്കങ്ങൾ ഹീബ്രു മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ. എന്താണ് കത്തിലൂടെ ഹക്കബി ഉന്നയിച്ച പരാതികളും വിമർശനങ്ങളുമെന്ന് വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. 2025 ജനുവരി മുതൽ ബാപ്റ്റിസ്റ്റ് കോൺഫറൻസ് ഓഫ് ഇസ്രായേൽ, ക്രിസ്ത്യൻ മിഷണറി അലയൻസ് തുടങ്ങിയ ക്രിസ്ത്യൻ സംഘടനകൾക്ക് വിസ നൽകുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ആഭ്യന്തര മന്ത്രാലയമെന്നാണ് ഹക്കബിയുടെ പ്രധാന പരാതി. 1948 മുൻപും ഇസ്രായേലിൽ പ്രവർത്തിക്കുന്നതാണ് ഇവയിൽ ചില സംഘടനകൾ. എന്നാൽ ഇപ്പോൾ ഈ സംഘടനകളുമായി ബന്ധമുള്ളവർ ഇസ്രായേൽ വിസയ്ക്കായി അപേക്ഷിക്കുമ്പോൾ കർശന പരിശോധനകളാണ് നടക്കുന്നത്. വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ദീർഘമായൊരു ചോദ്യാവലി പൂരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാലും പല മതനേതാക്കൾക്കും വിസ അനുവദിക്കുന്നില്ല. പലരുടെയും വിസ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇങ്ങനെ പോകുന്നു ഹക്കബിയുടെ ആരോപണങ്ങൾ. കഴിഞ്ഞ മെയ് 27-ന് ഹക്കബിയും ആർബലും തമ്മിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരു യോഗം ചേർന്നിരുന്നു. എന്നാൽ 2 മാസത്തിന് ശേഷവും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നാണ് കത്തിൽ. ക്രിസ്ത്യൻ സംഘടനകൾക്ക് വിസ നൽകാൻ നേരത്തെ നിലവിലുണ്ടായിരുന്ന നടപടിക്രമങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് അസാധാരണമായ ഒരു ആവശ്യമല്ല, പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു പതിവ് മാത്രമാണെന്നും ഹക്കബി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രായേൽ ഈ ശത്രുതാപരമായ നിലപാട് തുടർന്നാൽ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്നും യുഎസ് അംബാസിഡർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ ക്രിസ്ത്യൻ സംഘടനകളെ സ്വീകരിക്കുന്നില്ലെന്ന് അമേരിക്കയിലെങ്ങും പരസ്യമായി പ്രഖ്യാപിക്കുമെന്ന് ഹക്കബി വ്യക്തമാക്കി. ക്രിസ്ത്യാനികളെ വേട്ടയാടുകയും മോശമായി പെരുമാറുകയുമാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അമേരിക്കൻ ക്രിസ്ത്യാനികളുടെ ഉദാരമായ സംഭാവനകൾക്ക് പകരം ശത്രുതയും വിദ്വേഷവുമാണ് തിരിച്ചു ലഭിക്കുന്നത്. ടൂറിസ്റ്റുകൾ ഇസ്രായേൽ സന്ദർശിക്കുന്നത് പുനരാലോചിക്കണം. ഇങ്ങനെ അമേരിക്കൻ ക്രിസ്ത്യാനികളോട് വിളിച്ചു പറയുമെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകിയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ ഇതേ സമീപനം തുടരുകയാണെങ്കിൽ, ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പീഡനം തുടർന്നാൽ അമേരിക്കയിലെ നയതന്ത്ര കാര്യാലയങ്ങളോട് സമാനമായ രീതിയിൽ തിരിച്ചടിക്കാൻ ആവശ്യപ്പെടുമെന്നും മൈക്ക് ഹക്കബി ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇസ്രായേൽ പൗരന്മാർക്ക് യുഎസ് വിസ നൽകുന്നത് നിർത്തലാക്കും. ഈ ഭൂമുഖത്തെ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനോടും സഖ്യരാജ്യത്തോടുമാണ് ഇസ്രായേൽ ഇത് ചെയ്യുന്നതെന്ന് ഓർമ്മ വേണമെന്നും ഹക്കബി ഓർമ്മിപ്പിക്കുന്നുണ്ട്. യുഎസ് അംബാസഡറുടെ കത്ത് ഞെട്ടിച്ചെന്നാണ് മന്ത്രി മോഷെ ആർബൽ പ്രതികരിച്ചത്. തന്റെ ഓഫീസിന്റെ ശ്രദ്ധയിൽ വന്ന എല്ലാ വിസ അപേക്ഷകളും അതിവേഗം പരിഹരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന നേരിട്ടുള്ളതും നിർമ്മാണാത്മകവുമായ ബന്ധത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് കത്ത്. ഈ വിഷയം പരിഹരിക്കാൻ പരസ്പര വിശ്വാസവും ബഹുമാനവും ആവശ്യമാണെന്നും ആർബൽ മറുപടി കത്തിൽ വ്യക്തമാക്കി. ഇസ്രായേൽ ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ അയച്ച കത്ത് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു, പ്രസിഡന്റ് ഐസക് ഹെർസോഗ്, വിദേശകാര്യമന്ത്രി ഗിദിയോൺ സാർ, സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡർമർ, പാർലമെന്റ് സ്പീക്കർ അമിർ ഒഹാന എന്നിവർക്ക് കൂടി കൈമാറിയിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള ദീർഘകാലത്തെ സൗഹാർദ്ദ നയത്തിൽ നിന്ന് ഹക്കബി പിന്നോട്ടു പോകുകയാണെന്നാണ് കത്ത് സൂചിപ്പിക്കുന്നത്. അതിലേറെ ഹക്കബി ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ അത് യുഎസ് ഇസ്രായേൽ നയതന്ത്ര ചരിത്രത്തിൽ തന്നെ അസാധാരണമായൊരു ഇടപെടലായി മാറും. ഇസ്രായേലിനോട് ഉറ്റ ബന്ധം പുലർത്തുന്ന മൈക്ക് ഹക്കബിയുടെ കത്ത് യുഎസ് ഇസ്രായേൽ ബന്ധത്തിൽ വിള്ളലുകൾ വന്നു തുടങ്ങിയതിന്റെ സൂചനയാണെന്ന് വിലയിരുത്തേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഗസയിലെ ക്രൈസ്തവ ദേവാലയത്തിൽ ഇസ്രായേൽ ഷെല്ലാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതെന്നും ശ്രദ്ധേയമാണ്. ചർച്ചാക്രമണത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. കഴിഞ്ഞയാഴ്ച വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീൻ അമേരിക്കനായ 20-കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിലും യുഎസ് വൃത്തങ്ങൾ ശക്തമായ പ്രതികരണം നടത്തിയിരുന്നു.